അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു. എവിടെയെങ്കിലും നോക്കി പഠിക്കാന്ന് വെച്ചാ നടയിലെത്തുമ്പോ പഴയ്ക്കും. അത് നിനക്കെന്താ എത്ര ഉറപ്പ്? അതെന്റെ ഉറപ്പല്ല, ഇന്ദ്രജ ചേച്ചിയുടെ ഉറപ്പാ. ഇനി ചേച്ചി ടെൻഷൻ ആവണ്ട, അതവരുടെ കുടുംബത്തിനകത്തെ പ്രശ്നോ. നന്ദിനി ജയിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് തറവേല വേണമെങ്കിലും ചെയ്യും. അതൊക്കെ ഒരു തെറ്റല്ലേ? അതും ഒരു ക്ഷേത്രകാര്യത്തിലൊക്കെ. ഗിരിയേട്ടനെ പെണ്ണിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ? മഞ്ജു, അതെല്ലാം വിട്ടേക്ക്. അതെല്ലാം അവരുടെ കുടുംബ പ്രശ്നമല്ലേ, അത് തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. മഹിമ, നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതാണ് സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും, തീർച്ചയാ. വിജയ്, വിജയ്. ഇന്ദ്രജയെ, ഞാനിവിടെ ഉണ്ട്. പ്രോഗ്രാം തുടങ്ങാൻ സമയമായി, പോണ്ട നമുക്ക്. ഇപ്പൊ വരാം. അയ്യോ, എന്തുറ്റി? അതെ, വയറിനകത്ത് എന്തൊക്കെയോ കുഴപ്പം. കുറെ തവണയായി പോകുന്നു. അയ്യോ, എനിക്ക് വല്ലാത്ത തളർച്ച തോന്നുക. ആ അമ്പലപ്പറമ്പിൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വിജയ് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. അയ്യോ, അങ്ങനെ തള്ളല്ലേ. എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ലാത്ത ക്ഷീണം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അതെ, മനുഷ്യനായ അല്പം അഭിമാനം വേണം. ഞാൻ ക്ഷേത്രനടയിലേക്ക് പോകുന്നതേ നമ്മുടെ ശത്രുവായ നന്ദിനി തോൽക്കുന്നത് കാണാന്. എന്നോട് താൻ കള്ളമൊന്നും പറയണ്ട. താൻ കാലുവാരിയ കാര്യമൊക്കെ എനിക്കറിയാം. കാലുവാരിയെന്നോ? അതെ. അയ്യോ, ബാക്കൊക്കെ പോയി. അതെ, താനേ നന്ദിനിയോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. മഞ്ജുവിനെ തോൽപ്പിച്ച് ഈ മത്സരത്തിൽ ജയിക്കണമെന്ന് നന്ദിനിയോട് താൻ പറഞ്ഞില്ലേ? മമ്മിക്ക് അതാണ് ആഗ്രഹമെന്ന് പറഞ്ഞില്ലേ?